അരളിപ്പൂവിന്റെ വിഷസ്വഭാവത്തെക്കുറിച്ച് അത്ര കണ്ട് ബോധ്യമുള്ളവരല്ല പ്രവാസികൾ. അതുകൊണ്ട് തന്നെ പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും റോഡരികിലുമെല്ലാമുള്ള പൂവിനെയും പൂച്ചെടിയെയും അവർ ഓമനിക്കും. കുട്ടികൾ അരളിച്ചെടികൾക്കിടയിൽ കളിക്കും. ചുവപ്പ്, വെളുപ്പ്, പിങ്ക് നിറങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ അരളിച്ചെടികൾ ഉള്ളത്. ഏത് കാലാവസ്ഥയിലും വളരുന്നതിനാൽ എല്ലാവർക്കും പ്രിയങ്കരം. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. ഇതിന്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇതിന്റെ ഇല, ഇതിന്റെ തണ്ട്, ഇതിന്റെ കായ്, ഇതിലെല്ലാം പോയിസൺ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി ഇതിന്റെ പൂവിൽ പോയിസൺ കുറവാണ്. ഇത് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരണം വരെ സംഭവിക്കാവുന്നതാണ്. ഒമാനിൽ മസ്കറ്റിലും സലാലയിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ധാരാളമായി അരളിച്ചെടികൾ വളരുന്നുണ്ട്. ഫ്ളാറ്റിന് മുമ്പിലും മട്ടുപ്പാവുകളിലുമെല്ലാം പ്രവാസികൾ ഇത് വളർത്തുകയും ചെയ്യുന്നു. പ്രവാസികൾ പാർക്കുകളിലോ പൊതുസ്ഥലങ്ങളിലോ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അരളിച്ചെടിയോട് അകലം പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.